സുപ്രധാന വാർത്തയിലേക്കാണ്. CMR എക്സാലോജിക് ഇടപാടിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമാണ് പരിശോധന. മറ്റ് 12 ഇടങ്ങളിലും പരിശോധനയുണ്ട്. ആന്റണി ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, ഇപ്പോൾ എന്താണ് ഈ പെട്ടെന്നുള്ള ഒരു ED അന്വേഷണത്തിന് പിന്നിലെ കാരണം? തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്നലെയാണ് എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതിയിൽ CMRLന്റെ ഹർജി അല്ലെങ്കിൽ ആവശ്യം ഹൈക്കോടതി തള്ളിയത്. അതായത് EDയുടെ അന്വേഷണം ഈ കേസിൽ തുടരാമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതി. ഏതായാലും അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രാവിലെ തന്നെ EDയുടെ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ CMRL കരിമണൽ കമ്പനിയായ CMRLും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും തമ്മിൽ നടന്ന ചില സാമ്പത്തിക ഇടപാടുകളിൽ ഏതാണ്ട് 1.72 കോടി രൂപയുടെ ഇടപാടുകളിൽ ചില ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. നേരത്തെ അതിൽ SFIOയും അതുപോലെ തന്നെ കമ്പനി കാര്യ വകുപ്പും ഒക്കെ അന്വേഷണം നടത്തിയിരുന്നതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ഏറ്റെടുത്തത്. ഏതായാലും അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. തിരുവനന്തപുരത്തെ പിണറായി വിജയൻ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ബേക്കറി ജംഗ്ഷനിലെ വസതിയിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, CMRLനുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 12 കേന്ദ്രങ്ങളിൽ ഈ പിണറായി വിജയന്റെ 2 വീടുകൾക്കൊപ്പം തന്നെ മറ്റ് കേന്ദ്രങ്ങളിൽ ഏതാണ്ട് 10 കേന്ദ്രങ്ങളിൽ കൂടി പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ CMRLന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ വീടുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ തുടങ്ങിയത്. നമുക്കറിയാവുന്ന പോലെ ED ഈ കേസ് കഴിഞ്ഞ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വീണ വിജയന് സമൻസ് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഒരു പരിശോധനയിലേക്കൊന്നും ED പോയിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഭരണം മാറിയതിന് പിന്നാലെ ED ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ EDക്ക് മുന്നിലുള്ള ഒരു പ്രധാന തടസ്സമുണ്ടായിരുന്നത് ഈ CMRL നൽകിയ ഒരു ഹർജിയായിരുന്നു. ഈ അന്വേഷണം റദ്ദാക്കണം എന്നുള്ളതായിരുന്നു CMRLന്റെ ആവശ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നലെ ഹൈക്കോടതി അത് തള്ളുകയും ചെയ്തു. പിന്നീട് 2 ആഴ്ചത്തെ സാവകാശം ഈ മേൽക്കോടതിയെ സമീപിക്കാൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതും ഹൈക്കോടതി തള്ളി. അതിന് പിന്നാലെയാണ് ചടുലമായ ഒരു നീക്കം ഇപ്പോൾ ED നടത്തുന്നത്. ഏതായാലും പരിശോധന നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എന്താണ് എന്നുള്ള കാര്യം ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ED തീരുമാനിക്കുക. ഏതായാലും സംസ്ഥാനത്തെ 12 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. അതിൽ പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വീടുമുണ്ട്, അതുപോലെ തന്നെ കണ്ണൂരിലെ വീടും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രാവിലെ തന്നെ ആ പരിശോധന തുടരുകയാണ്. ഏതായാലും ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ കേസ് വളരെ വിവാദമായ ഒരു കേസാണ്. മാസപ്പടി വിവാദം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വളരെ വിവാദമായ ഒരു കേസാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ ഉള്ള കമ്പനി എക്സാലോജിക്, ആ കമ്പനി ഈ കരിമണൽ കമ്പനിയായ CMRLന് ചില സാങ്കേതിക സഹായങ്ങൾ നൽകി എന്നാണ് ഈ പണം ഏറ്റുവാങ്ങിയപ്പോഴുള്ള ഒരു വിശദീകരണമായി നൽകിയത്. പക്ഷേ എന്ത് തരത്തിലുള്ള സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സാങ്കേതിക സഹായമാണ് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ED അന്വേഷണം തുടങ്ങിയത്. ഏതായാലും ഇപ്പോൾ പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും മറ്റ് 10 കേന്ദ്രങ്ങളിലും പരിശോധന ED നടത്തുകയാണ്. ശരി, എന്തായാലും CMR എക്സാലോജിക്ക ഇടപാടിലാണ് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ EDയുടെ പരിശോധന നടക്കുന്നത്. തിരുവനന്തപുരത്തെ വീട്ടിലുൾപ്പെടെ 10 ഇടങ്ങളിലായാണ് പരിശോധന നടക്കുന്നത്. എന്തായാലും പരിശോധനയ്ക്ക് ശേഷമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുള്ളൂ. എന്തായാലും വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും അടക്കം പരിശോധന നടക്കുകയാണ്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇറാൻ. ഇന്നലെ തെക്കൻ ഇറാനിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയതിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി.
അതേസമയം ലബനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മരണം 31. വിസ്മയ പ്രകാശുണ്ട് വിവരങ്ങളുമായി. വിസ്മയ, ഏതായാലും പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം പുലരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടാകുന്നു. ആ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് കൂടി പുറത്തേക്ക് വരുമ്പോൾ പശ്ചിമേഷ്യ ഇനിയും അശാന്തമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാർത്തു, നിലവിൽ പശ്ചിമേഷ്യ അശാന്തമാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ ആയിരുന്നു അമേരിക്ക ഇത്തരത്തിലൊരു വ്യോമാക്രമണം നടത്തിയിരുന്നത്. ഇറാൻ്റെ സുപ്രധാന കേന്ദ്രങ്ങളിലായിരുന്നു ഇത്തരത്തിലൊരു വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതോടെ ഈ ഏപ്രിൽ 8 മുതൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചു. മാത്രമല്ല, അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൂടെ ഇറാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു ആക്രമണത്തിൻ്റെ അനന്തരഫലങ്ങളുടെ ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു യുദ്ധത്തിൻ്റെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം അതുപോലെ തന്നെ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇറാൻ അമേരിക്കക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇറാൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇത്തരത്തിലൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈറ്റ് ഹൗസിൽ ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഈ ഒരു തുറമുഖം ചരക്ക് കപ്പലുകളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഈ ഒരു ആക്രമണം നടത്തിയൊരു പശ്ചാത്തലത്തിൽ എന്തായാലും ഒരു വൈറ്റ് ഹൗസിലൊരു മന്ത്രിസഭാ യോഗം ചേരുമെന്നുള്ളൊരു കാര്യത്തിലടക്കം ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇറാൻ ഒരു തിരിച്ചടി നൽകുമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു മുന്നറിയിപ്പാണ് നിലവിൽ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, മാർക്കോ റൂബിയോ, അതായത് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്ക ഇപ്പോഴും സന്നദ്ധമാണെന്നുള്ളൊരു കാര്യം കൂടെ മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായി തന്നെ ഈ ഒരു ഇറാനിലെ നേതാക്കൾ, ഇറാൻ വിദേശകാര്യ മന്ത്രിയും അതുപോലെ തന്നെ പാർലമെൻ്ററി സ്പീക്കർ അടക്കം ഖത്തറിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സമാധാന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം അമേരിക്ക നടത്തിയത്. ഇപ്പോൾ മാർക്കോ റൂബിയോ, അതായത് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്ക തയ്യാറാണെന്നുള്ളൊരു കാര്യമാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം ഈ ഒരു സമാധാന ചർച്ച നടന്ന് അല്ലെങ്കിൽ ഈ ഒരു മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരുന്നത് പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ ചർച്ചക്കായി നിരവധി നേതാക്കളും ചേർന്നിരുന്നു. അങ്ങനെ ഈ ഒരു ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന സമയത്താണ് ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായതും. എന്തായാലും ഈ ഒരു ആക്രമണത്തോടെ ഈ ചർച്ച മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ഈ ചർച്ചയെ ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക അടക്കം എല്ലാവരിലും ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു ട്രംപ് വൈറ്റ് ഹൗസിൽ മന്ത്രിസഭാ യോഗം ചേരുമെന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രയേലി ലെബനനിൽ ഒരു ആക്രമണം നടത്തിയെന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതായത് ആ ഒരു ആക്രമണത്തിൽ, ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ 31 പേർക്ക് മരിച്ചു എന്നും അതുപോലെ തന്നെ 40 പേർക്ക് പരിക്കേറ്റു എന്നുള്ളൊരു വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. കാർത്തു, ശരി, വ്യക്തമാണ്. വിസ്മയാണ് വിവരങ്ങൾ നൽകിയത്.